BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. കൊച്ചി ധനുഷ്കോടി ദേശീയപാത വികസനം ഇഴയുന്നത് മൂലം പുത്തൻകുരിശിലെ വ്യാപാരികൾ ബുദ്ധിമുട്ടുന്നു. കാനത്താഴ്ത്തി റോഡും വ്യാപാര സ്ഥാപനവും തമ്മിലുള്ള ബന്ധം ആഴ്ചകളായി മുറിച്ചിട്ടിരിക്കുന്നതാണ് വ്യാപാരികളെ ദുരിതത്തിലാക്കുന്നത്. പലയിടത്തും വെള്ളം കെട്ടിക്കിടക്കുന്നു. PV ശ്രീനിജൻ MLA സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ എടുത്ത തീരുമാനങ്ങൾ കരാറുകാർ ലംഘിക്കുകയാണെന്നും വ്യാപാരികൾ കുറ്റപ്പെടുത്തി. പുത്തൻകുരിശ് ബൈബിൾ കോളേജ് ജംഗ്ഷനിൽ പ്രവൃത്തി പൂർത്തിയാക്കാതെ ഇട്ടിരിക്കുന്നതിനാൽ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടാൻ നിർബന്ധിതമായി. വൻതുക വാടക നൽകിയും ബാങ്ക് വായ്പയെടുത്തും പ്രവർത്തിക്കുന്ന പല സ്ഥലങ്ങളും പ്രതിസന്ധി നേരിടുന്നു. ഓണക്കാലത്തും ഈ സ്ഥിതി തുടർന്നാൽ വ്യാപാരികൾക്ക് കനത്ത നഷ്ടമുണ്ടാകുമെന്ന് പുത്തൻകുരിശ് മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ദേശീയപാത വികസനം വ്യാപാരികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. സഞ്ചാര സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിൽ തെരുവ് നായ്ക്കളുടെ ഭീഷണി മനുഷ്യാവകാശ പ്രശ്നമായി കണക്കാക്കണമെന്നാവശ്യപ്പെട്ട് നെട്ടൂർ സ്വദേശി VG ബിജു മനുഷ്യാവകാശ കമ്മീഷന് നിവേദനം നൽകി. മരട് നഗരസഭയും കുമ്പളം പഞ്ചായത്തും തെരുവ് നായ്ക്കളുടെ നിയന്ത്രണത്തിലാണ്. മീറ്റർ റീഡിംഗിന് പോയ പനങ്ങാട് KCB മീറ്റർ റീഡിംഗും മാലിന്യം ശേഖരിക്കുകയായിരുന്ന മരട് ഹരിതകർമ്മ സേനാംഗവും നായ്ക്കളുടെ കടിയേറ്റ് ആശുപത്രിയിലായത് കഴിഞ്ഞ ദിവസമാണ്. അലഞ്ഞു തിരിയുന്ന നായ്ക്കൂട്ടങ്ങൾ മറ്റും വളർത്തുമൃഗങ്ങൾക്ക് ഭീഷണിയാണ്. ചില ആളുകൾ നാമമാത്രമായ ഭക്ഷണം റോഡരികിൽ വെക്കുകയും അതോടെ നായ്ക്കൾ കൂട്ടത്തോടെ ഭക്ഷണത്തിന് കടിപിടി കൂടി യാത്രക്കാരുടെ മേൽ കുരച്ചു ചാടുന്നതും നിത്യസംഭവങ്ങളാണ്. വിദ്യാർത്ഥികളും ഇരുചക്ര വാഹന യാത്രക്കാരും മത്സ്യത്തൊഴിലാളികളും വ്യാപാരികളും നായ്ക്കളെ പേടിച്ചാണ് സഞ്ചാരം. ABC പദ്ധതി പരാജയമാണെന്ന് അധികൃതർ തന്നെ പരോക്ഷമായി സമ്മതിക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങളും പോലീസിലും ഒട്ടേറെ തവണ പരാതി നൽകിയിട്ടും മറുപടി പോലും ഇല്ലാത്ത സാഹചര്യമാണ് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചതെന്ന് ബിജു പറഞ്ഞു. വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷന് സമീപം വുഡ് ഹൌസ് ടീ ഷോപ്പിൽ സൂക്ഷിച്ചിരുന്ന ഗ്യാസ് സിലിണ്ടറുകളിൽ ഒന്നിന് തീപിടിച്ചു. തക്കസമയത്ത് അഗ്നിരക്ഷാസേനയെത്തി അണച്ചതിനാൽ ഒഴിവായത് വൻ ദുരന്തം. 3 സിലിണ്ടറുകളാണ് ഉണ്ടായിരുന്നത്. തീ നിയന്ത്രണ വിധേയമാക്കി സിലിണ്ടറുകൾ പുറത്തെത്തിച്ചു. പൊട്ടിത്തെറിക്കാവുന്ന അവസ്ഥയിലായിരുന്നു തീപിടിച്ച സിലിണ്ടർ. കടയുടെ ഉൾഭാഗം പൂർണ്ണമായി കത്തിനശിച്ചു. തൃപ്പൂണിത്തുറ അഗ്നിരക്ഷാസേനയുടെ 2 യൂണിറ്റ് വണ്ടി എത്തിയാണ് തീ അണച്ചത്. സ്റ്റേഷൻ ഇൻചാർജ് ജയകുമാർ, SFRO കൃഷ്ണകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. പാതാളം റെഗുലേറ്റർ ഷട്ടറുകളുടെ സുരക്ഷ ഉറപ്പുവരുത്താതെ ഇറിഗേഷൻ വകുപ്പ് ബോട്ട് കടത്തിവിട്ടതായി ആക്ഷേപം. റെഗുലേറ്ററിന്റെ മേൽത്തട്ടിലുള്ള സ്വകാര്യ കമ്പനിയിൽ നിർമ്മിച്ച ബോട്ടാണ് കടത്തിവിട്ടത്. ഈ മാസം 5-നും 15-നും ഇടയിൽ ബോട്ട് കടത്തിവിടുന്നതിനുള്ള അനുവാദം നൽകണമെന്ന് സ്വകാര്യ കമ്പനി ജലസേചന വകുപ്പിന് കത്ത് നൽകിയിരുന്നു. റെഗുലേറ്ററിന്റെ ലോക്ക് ഷട്ടറുകൾ രണ്ടും തകരാറായതിനാൽ ബോട്ട് കടത്തിവിടാൻ കഴിയുന്ന വിധത്തിൽ ഷട്ടർ പരിശോധിച്ച് റിപ്പോർട്ട് നൽകണമെന്നും ബോട്ട് കടത്തിവിടുമ്പോൾ സുരക്ഷയ്ക്കായി മെക്കാനിക്കൽ വിഭാഗത്തിൽ നിന്ന് ഉദ്യോഗസ്ഥർ ഉണ്ടാകണമെന്നും സിവിൽ വിഭാഗം മെക്കാനിക്കൽ വിഭാഗത്തിന് 5-ന് തന്നെ കത്ത് നൽകി. എന്നാൽ മെക്കാനിക്കൽ വിഭാഗം കത്തിന് മറുപടി നൽകിയില്ലെന്ന് മാത്രമല്ല, ബോട്ട് കടന്നു പോയ സമയത്ത് സ്ഥലത്ത് എത്തിയതുമില്ല. ലോക്ക് ഷട്ടറുകളിൽ മേൽഭാഗത്തെ ഷട്ടർ 2 മാസം മുൻപ് പ്രവർത്തിച്ചപ്പോൾ പൊട്ടിവീണതാണ്. മറുഭാഗത്തെ ഷട്ടർ 3 വർഷമായി ഉയർത്തി കെട്ടിവെച്ചിരിക്കുകയാണ്. രണ്ടും പൊട്ടിവീഴാവുന്ന അവസ്ഥയിലാണ്. ഷട്ടറിനടിയിലൂടെ ബോട്ട് കടന്നു പോയപ്പോൾ ബോട്ടിൽ നേവി ഉദ്യോഗസ്ഥരടക്കം 20ഓളം പേരുണ്ടായിരുന്നു. മെക്കാനിക്കൽ വിഭാഗം പരിശോധിച്ച് റിപ്പോർട്ട് നൽകാതിരുന്നതിനാൽ സിവിൽ വിഭാഗത്തിന് ബോട്ട് കടത്തിവിടാൻ ഔദ്യോഗിക അനുമതിയും ഉണ്ടായിരുന്നില്ല. പന്നക്കാട് തുരുത്ത് പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തിട്ടും വർഷങ്ങൾ പിന്നിട്ടിട്ടും പാലത്തിൽ വഴിവിളക്കുകൾ സ്ഥാപിച്ചിട്ടില്ല. കുരിരുട്ടിൽ തപ്പിത്തടഞ്ഞ വാഹനയാത്രികർ. 10 വർഷം മുൻപാണ് ചെറിയപ്പള്ളി പുഴയ്ക്ക് കുറുകെ ചെറിയപ്പള്ളി തുരുത്തിനെയും തത്തപ്പള്ളിയെയും ബന്ധിപ്പിക്കുന്ന തരത്തിൽ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. എന്നാൽ പാലത്തിന്റെ വശങ്ങളിൽ വിളക്കുകൾ സ്ഥാപിക്കാൻ ആരും മുന്നിട്ട് വന്നില്ല. ദിവസേന വൈകിട്ട് 100 കണക്കിന് ആളുകളാണ് പാലത്തിലൂടെ കാൽനടയായും വാഹനത്തിലും സഞ്ചരിക്കുന്നത്. ഇവർക്കൊക്കെ ബുദ്ധിമുട്ടാവുകയാണ് പാലത്തിലെ കുരിരുട്ട്. മതിയായ വെട്ടമില്ലാതെ വന്നതോടെ രാത്രികാല
രാത്രികാലങ്ങളിൽ ആളുകൾ പാലത്തിൽ തമ്പടിക്കുന്നതും തെരുവ് നായ്ക്കളുടെ ശല്യവും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി പരാതിയുണ്ട്. ദേശീയപാത 66 ചെറിയപ്പള്ളി കവലയിൽ നിന്ന് തിരിഞ്ഞ് ഒട്ടേറെ യാത്രക്കാരാണ് പന്നക്കാട് പാലം വഴി തത്തപ്പിള്ളി, മന്നം, ആനച്ചാൽ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത്. വെളിച്ചക്കുറവ് മൂലം യാത്രക്കാർക്ക് പാലം തിരിച്ചറിയാനാകാത്ത അവസ്ഥയാണിപ്പോൾ. അതിനാൽ അടിയന്തരമായി പാലത്തിന്റെ ഇരുവശവും വഴിവിളക്കുകൾ സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. പൊട്ടിപ്പൊളിഞ്ഞ റോഡ് അധികൃതർ ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കരിങ്കൽ പൊടിയും മെറ്റലും നിറച്ച് കുഴികളടച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കി. പൊയ്ക്കാട്ടുശ്ശേരി 18-ാം വാർഡ് കാവ് മുക്കത്തുകാവ് റോഡ് തകർന്നിട്ട് മാസങ്ങളായി. കാൽനട യാത്ര പോലും അസാധ്യമാകുന്ന വിധത്തിൽ റോഡ് പൊളിഞ്ഞ് ചെളിയും വെള്ളവും നിറഞ്ഞു കിടക്കുകയായിരുന്നു. റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് ഏറെ നാളുകളായി അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് PSROയുടെ നേതൃത്വത്തിൽ കുഴികളടച്ച് സഞ്ചാരയോഗ്യമാക്കിയത്. പ്രസിഡന്റ് MV കുഞ്ഞവ, ഡെന്നി ഇ. കുര്യൻ, KK ബഹനാൻ, ഏലിയാസ് എബ്രഹാം, വർഗീസ് കുഞ്ഞുബോൻ, AV ഷെറി, യാക്കോബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട്. തെക്കൻ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.